ഹായ്. മൺഡേ വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. മിഡ്നൈറ്റ് വരെ പാതിരാത്രി വരെ മഴ പെയ്തു. ബസ് വരുന്നത് വരെ ഞാൻ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തു. ഇത്തരം സെൻറ്റൻസുകൾ നമുക്ക് ഇംഗ്ലീഷിലും പറയണ്ടേ. ഈ വരെ, ഇതുവരെ എന്നൊക്കെ പറയുന്നതിന് നമുക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് വാക്കുകളുണ്ട്. അൺടിൽ ആൻഡ് ടിൽ. വരെ, ഇതുവരെ എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആ സമയം വരെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ആ വരെ എന്നുള്ള സമയം കഴിഞ്ഞിട്ട് അതില്ല എന്നുള്ളതാണല്ലോ. ഫോർ എക്സാമ്പിൾ ഫ്രൈഡേ വരെ എന്ന് പറയുമ്പോൾ ഫ്രൈഡേക്ക് ശേഷം ഇല്ല. ചിലപ്പോൾ കുറേ ദിവസങ്ങളായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാവാം, പക്ഷേ ഫ്രൈഡേ കഴിഞ്ഞതിന് ശേഷമില്ല. 5 മണി വരെ എന്ന് പറയുമ്പോൾ 5 മണിക്ക് മുൻപ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, പക്ഷേ 5 മണിക്ക് ശേഷമില്ല. അപ്പോൾ വരെ, ഇതുവരെ എന്നുള്ള വാക്കുകളൊക്കെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ രണ്ട് വാക്കുകളാണ് അൺടിൽ ആൻഡ് ടിൽ. ഈ രണ്ട് വാക്കുകളുടെയും ഉപയോഗം എങ്ങനെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ ലെസണിൽ പഠിക്കാം. പിന്നെ അൺടിൽ ആൻഡ് ടിൽ, ചില ആളുകൾക്ക് ഒരു സംശയം അതല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ടിൽ എന്നത് അൺടിൽ എന്ന വേർഡിൻ്റെ ഷോർട്ട് ഫോം ആണ് എന്ന്. ഒരിക്കലും അങ്ങനെയല്ല, അത് രണ്ടും ഡിഫറെൻറ്റ് വേർഡ്സ് തന്നെയാണ്. അതിൻ്റെ ഉപയോഗം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ടിൽ ആയാലും അൺടിൽ ആയാലും പ്രെപ്പോസിഷനായിട്ടും കൺജങ്ഷനായിട്ടും ഉപയോഗിക്കാം. പ്രെപ്പോസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇൻ, ഓൺ, അറ്റ് എന്നൊക്കെ പറയില്ലേ, നൗണിനോ അതല്ലെങ്കിൽ ഒരു പ്രോനൗണിനോ മുൻപിൽ വയ്ക്കുന്നതാണത്. അത്തരത്തിൽ നമുക്ക് ഈ ടിൽ അതുപോലെ അൺടിൽ ഉപയോഗിക്കാം. പ്രെപ്പോസിഷനായിട്ട് എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം നമുക്ക്. ഇറ്റ് റെയിൻഡ് ടിൽ മിഡ്നൈറ്റ്. മിഡ്നൈറ്റ് എന്ന നൗണിന് മുമ്പിലാണ് ടിൽ വെച്ചിരിക്കുന്നത്. പാതിരാത്രി വരെ മഴ പെയ്തു എന്നാണ് അതിനർത്ഥം, മിഡ്നൈറ്റ് വരെ. അപ്പോൾ അത് ടിൽ എന്നത് അവിടെ ഒരു പ്രെപ്പോസിഷനായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്യാൻ യു സ്റ്റേ ഹിയർ ടിൽ നൂൺ? നൂൺ, ഉച്ചയ്ക്ക്, ഉച്ച വരെ നിങ്ങൾക്കിവിടെ ഒന്ന് തങ്ങാൻ പറ്റുമോ, ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്നാണ്. അപ്പോഴും ടിൽ നൂൺ, നൂൺ എന്ന നൗണിന് മുമ്പാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെയും പ്രെപ്പോസിഷനായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ അൺടിൽ ഉപയോഗിക്കാം. വി വിൽ വെയിറ്റ് അൺടിൽ മൺഡേ. ഞങ്ങൾ മൺഡേ വരെ വെയിറ്റ് ചെയ്യും. മൺഡേ വരെ, ടിൽ മൺഡേ. മൺഡേ എന്നുള്ളത് ഒരു നൗണാണ്. അവിടെ അൺടിൽ ഉപയോഗിച്ചിരിക്കുന്നത് പ്രപ്പോസിഷനായിട്ടാണ്. വി വിൽ വെയിറ്റ് ഹിയർ അൺടിൽ മൺഡേ. ഇനി ടിൽ അതുപോലെ അൺടിൽ കൺജങ്ഷനായിട്ടും ഉപയോഗിക്കാം. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ വേർഡ്സിനെയോ രണ്ട് വേർഡ്സ് തമ്മിലോ അതല്ലെങ്കിൽ ഫ്രേസസ് തമ്മിലോ ക്ലോസസ് തമ്മിലോ സെൻറ്റൻസസ് തമ്മിലോ ഒക്കെ ലിങ്ക് ചെയ്യുന്ന വേർഡാണ് കൺജങ്ഷൻ. അപ്പോൾ കൺജങ്ഷനായിട്ടും ടിൽ അതുപോലെ അൺടിൽ ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ, ലെറ്റ്സ് വെയിറ്റ് ഹിയർ ടിൽ ദ റെയിൻ സ്റ്റോപ്സ്. മഴ മാറുന്നത് വരെ, മഴ നിൽക്കുന്നത് വരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്താലോ? ഇവിടെ ലെറ്റ്സ് വെയിറ്റ് ഹിയർ എന്നുള്ളത് ഒരു സെൻറ്റൻസാണ്. പിന്നീടുള്ള സെൻറ്റൻസ് ദ റെയിൻ സ്റ്റോപ്സ് എന്നുള്ളതാണ്. ഈ രണ്ട് സെൻറ്റൻസിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു കൺജങ്ഷനായിട്ടാണ് നമ്മൾ അവിടെ ടിൽ ഉപയോഗിച്ചത്. അപ്പോൾ ടിൽ എന്ന വേർഡിന് കൺജങ്ഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഐ കോണ്ട് വെയിറ്റ് ഹിയർ അൺടിൽ ദ സമ്മർ ഹോളിഡേയ്സ് ബിഗിൻ. സമ്മർ ഹോളിഡേയ്സ് ബിഗിൻ ചെയ്യുന്നത് വരെ എനിക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഐ കോണ്ട് വെയിറ്റ് ഹിയർ എന്നുള്ളത് ഒരു സെൻറ്റൻസ് ആണ്. അതുപോലെ ദ സമ്മർ ഹോളിഡേയ്സ് ബിഗിൻസ് എന്നുള്ളത് വേറൊരു സെൻറ്റൻസ് ആണ്. ഈ രണ്ട് സെൻറ്റൻസിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു കൺജങ്ഷനായിട്ടാണ് അൺടിൽ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടിൽ ആൻഡ് അൺടിൽ കൺജങ്ഷനായിട്ടും ഉപയോഗിക്കാം. ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ടിൽ ആയാലും അൺടിൽ ആയാലും അതിൻ്റെ മീനിങ് ഒന്ന് തന്നെയാണ്, വരെ അല്ലെങ്കിൽ ഇതുവരെ എന്നൊക്കെയാണ്. പിന്നെ അത് ഉപയോഗിക്കുന്നത് കൺജങ്ഷനായിട്ട് ഉപയോഗിക്കാം, പ്രെപ്പോസിഷനായിട്ടും ഉപയോഗിക്കാം, ടിൽ ആയാലും അൺടിൽ ആയാലും. പിന്നെ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് അല്ലേ? അപ്പോൾ അതിനൊരു കുഞ്ഞ് എക്സാമ്പിൾ പറയാം. എൻ്റെ വീടിനടുത്ത് ഒരു സ്റ്റേഷനറി കടയുണ്ട്. ആ കട രാവിലെ ഒരു 10 AM തുറന്നു കഴിഞ്ഞാൽ
രാത്രി 9 o'clock വരെയാണ് അതുണ്ടാവുക. അപ്പോൾ അതുവരെ അത് തുറന്നിരിക്കുന്ന ഒരു കടയാണ്. സാധാരണ രീതിയിൽ അങ്ങനെയാണ്. ഒരു ദിവസം ഞാൻ അവരോട് പോയി ചോദിച്ചു, നാളെ കട എത്ര മണി വരെ ഉണ്ടാവും എന്ന് ചോദിച്ചപ്പോൾ അവർ പറയാണ്, ദ ഷോപ്പ് ഈസ് ഓപ്പൺ ടിൽ 9 PM. അപ്പോൾ ടിൽ 9 PM, ടിൽ ആണ് അവിടെ ഉപയോഗിച്ചത്. ഷോപ്പ് അതായത് സാധാരണ അവരുടെ റെഗുലർ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണത്. എന്നും സാധാരണ കട അങ്ങനെയാണ് തുറക്കുന്നത്. അപ്പോൾ അതാണ് അവർ പറഞ്ഞത്. ദ ഷോപ്പ് ഈസ് ഓപ്പൺ ടിൽ 9 PM. പിന്നെ ലാസ്റ്റ് വീക്ക് അവിടെ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു നോട്ടീസ് വെച്ചിരിക്കുന്നു, ദ ഷോപ്പ് വിൽ ബി ക്ലോസ്ഡ് അൺടിൽ 2 PM എന്നായിരുന്നു അത്. ഷോപ്പ് വിൽ ബി ക്ലോസ്ഡ് അൺടിൽ 2 PM. 2 PM ഉച്ചയ്ക്ക് 2 മണി വരെ ഷോപ്പ് ക്ലോസ്ഡ് ആയിരിക്കും എന്ന്. കാരണം അവരുടെ വീട്ടിലൊരു ഫങ്ഷൻ നടക്കുന്നു. അപ്പോൾ അവർ ആ ദിവസം അവിടെ കട തുറക്കില്ല, ആ സമയം വരെ കട തുറക്കില്ല. അത് കസ്റ്റമേഴ്സിനെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ്റെ രീതിയിൽ അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ആ സെൻറ്റൻസിൽ, അവിടെ എഴുതി വെച്ചിരിക്കുന്ന സെൻറ്റൻസിൽ അൺടിൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ ടിൽ 9 PM എന്നാണ് യൂസ് ചെയ്തത്. അപ്പോൾ എന്തായിരിക്കും വ്യത്യാസം? നമുക്ക് സാധാരണ കാഷ്വൽ ഒരു ടോക്കിൽ, ഒരു ഫ്രണ്ട്ലി വേയിൽ സംസാരിക്കുമ്പോൾ സംസാരത്തിൽ നമുക്ക് ടിൽ ഉപയോഗിക്കാം. അതല്ലാതെ റിട്ടൺ ഫോമാറ്റിലാവുമ്പോൾ, ഒരു ഫോർമൽ വേയിൽ, ഒരു ഇമെയിലൊക്കെ എഴുതുമ്പോൾ, അതല്ലെങ്കിൽ ഇതുപോലെ നോട്ടിഫിക്കേഷനിലൊക്കെ എഴുതുമ്പോൾ, ഒരു റിട്ടൺ ഫോമാറ്റിലാണെങ്കിൽ അൺടിൽ ഉപയോഗിക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ ടിൽ എന്നത് ഒരു കാഷ്വൽ വേ ആണ്, അതല്ലെങ്കിൽ ഒരു ഇൻഫോർമൽ വേ ആണ്. അൺടിൽ എന്നത് ഒരു ഫോർമൽ വേയിലാണ്. അത് റൈറ്റിങ്ങിൽ ഉപയോഗിക്കുമ്പോൾ അൺടിൽ ഉപയോഗിക്കുന്നതാണ് ബെറ്റർ. ഇപ്പോൾ മനസ്സിലായല്ലോ ടിൽ ആൻഡ് അൺടിൽ എന്നതിൻ്റെ ഉപയോഗം, അതുപോലെ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ചെറിയ ഒരു ഡിഫറൻസ് വരുന്നത് എന്ന് മനസ്സിലായല്ലോ.